ഒരു മഞ്ഞു തുള്ളിയായി. അമ്മ തന്നുള്ളിൽ ഞാനോ കുഞ്ഞു പൈതലായി. ഒരുമ്മയേകി ഞാനൻ നന്ദിയൊന്നു ചൊല്ലി ആ മാറിലൊന്നു ചാഞ്ഞോ മൗനമായുറങ്ങി. അമ്മ എൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞു തുള്ളിയായി. അമ്മ തന്നുള്ളിൽ ഞാനോ കുഞ്ഞു പൈതലായി. ഒരുമ്മയേകി ഞാനൻ നന്ദിയൊന്നു ചൊല്ലി ആ മാറിലൊന്നു ചാഞ്ഞു മൗനമായുറങ്ങി. മിഴിയോരം തേടും മൃദുസ്പർശമേ, മിഴി രണ്ടിലും നീ പൊൻതാരമാ. മിഴിയോരം തേടും മൃദുസ്പർശമേ, മിഴി രണ്ടിലും നീ പൊൻതാരമാ. മരുവിലും മലരേകി മനസ്സിലെ മധുവായി. വിണ്ണിലെ സ്നേഹത്തിൻ തായ്ഭാവമാ. കരളോടു ചേരുന്ന കൃപയാണു നീ. അമ്മ എൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞു തുള്ളിയായി. അമ്മ തന്നുള്ളിൽ ഞാനോ കുഞ്ഞു പൈതലായി. ഒരുമ്മയേകി ഞാനൻ നന്ദിയൊന്നു ചൊല്ലി ആ മാറിലൊന്നു ചാഞ്ഞോ മൗനമായുറങ്ങി. കനലോരം വീശും കുളിർത്തന്നലേ, മനസ്സറിഞ്ഞെത്തിയിടും വിസ്മയം നീ. കനലോരം വീശും കുളിർത്തന്നലേ, മനസ്സറിഞ്ഞെത്തിയിടും വിസ്മയം നീ. ഉലയിലും തണുവേകി ഉയിരിനു തുണയായി. ഉള്ളിൽ തെളിയുന്ന മൃദുഹാസമാ. ഉറങ്ങാതെ പാലിക്കും അമ്മയാണു നീ. അമ്മ എൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞു തുള്ളിയായി. അമ്മ തന്നുള്ളിൽ ഞാനോ കുഞ്ഞു പൈതലായി. ഒരുമ്മയേകി ഞാനൻ നന്ദിയൊന്നു ചൊല്ലി ആ മാറിലൊന്നു ചാഞ്ഞോ മൗനമായുറങ്ങി. എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആഗ്രഹിക്കാം. ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ്. ശക്തനായ ദൈവം ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയും ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ ശക്തി പ്രാപിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ ശക്തി, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവോട് ചേർന്ന് ശക്തമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. തിരിച്ചറിവോടെ പ്രാർത്ഥിക്കാം. ഉള്ളിലുള്ള നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചേർക്കപ്പെടണം. ലോകത്തിൻ്റെ എല്ലാ അരുവികളിൽ നിന്നും പരിപൂർണമായ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം പ്രാപിച്ചുകൊണ്ട്
ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഉന്നതമായൊരു അഭിഷേകം പരിശുദ്ധ അമ്മ ചോദിച്ച് വാങ്ങിച്ചതുപോലെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് ചോദിക്കാം. പരിശുദ്ധാരൂപിയുടെ അഭിഷേകം, അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി, യേശുവിനെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനായിട്ട് മാറാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയെ ആഗ്രഹിച്ചതുപോലെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവനകൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ദൈവികമായിട്ട് മാറുവാൻ, ലോകത്തിൻ്റെതെല്ലാം നമ്മളെ നകന്നു പോകുവാനും സ്വർഗരാജ്യം നമ്മളിലേക്ക് എത്തിച്ചേരുവാനും ആ സ്വർഗരാജ്യത്തെ നമ്മൾ നിലനിൽക്കുവാനുള്ള ഉന്നതമായൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ആകാശം പിളർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ആവസിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. സ്വരമുയർത്തി നമുക്ക് സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആത്മാവ് ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു പാടാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കരമടിച്ച് ക്രിസ്തുനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, ക്രിസ്തുനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടും കാറ്റുപോലെ വിശിയെന്നിൽ വാ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടും കാറ്റുപോലെ വിശിയെന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കരമൊളി അടിച്ച് മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. യാഗത്തിൽ ഇറങ്ങിയെത്തിയേ, മുൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയെത്തിയേ, ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയെത്തിയേ,
ഉൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയെത്തിയേ എന്റെ ജീവനിൽ ഇറങ്ങിറങ്ങി വാ ഒരു പ്രാവു പോൽ പറന്നിറങ്ങി വാ എന്റെ ജീവനിൽ ഇറങ്ങിറങ്ങി വാ ഒരു പ്രാവു പോൽ പറന്നിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ നമ്മൾ ഉയർത്തിയടിച്ച് മഴ പോലെ പെയ്തിറങ്ങി വാ 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 പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ ദൈവത്തിന്റെ ദൈവജനത്തിന്റെ മേൽ ആവസിച്ചതിനോ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ശക്തമായിട്ട് വ്യാപരിക്കപ്പെടുന്നു. ദൈവത്തിന്റെ ശക്തി ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ വേറൊരു ആത്മാവിടെ നമ്മുടെ ലോകത്തിന്റെ ആത്മാവ്, ലോകമോഹങ്ങളിലേക്ക്, ജഡത്തിന്റെ താല്പര്യങ്ങളിലേക്ക്, കണ്ണിന്റെ ദുരാശയിലേക്ക്, ജീവിതത്തിന്റെ അഹന്തയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ലോകാരൂപി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതിനെ നമുക്ക് പുറന്തള്ളാം. യേശു കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധമായ ബലിയിലൂടെ, ആ രക്തത്തിലൂടെ, ആ ജീവനിലൂടെ നമ്മുടെയുള്ള അശുദ്ധിയെ ദൈവം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്താക്കി. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ലോകമോഹങ്ങൾ, ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനാണ് ദൈവം നമ്മളെ, മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ സന്ദർശിച്ചു കൊണ്ടിരുന്നൊരു ദൈവം, പർദീസ. ആ പർദീഷിതയാണ് പാപത്തിലൂടെ പ്രലോഭനത്തിൽ അകപ്പെട്ട് ആദ്യ മാതാപിതാക്കൾ നശിപ്പിച്ചു കളഞ്ഞു. അത് വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ലോകത്തിൻ്റെ മോഹം, ഭൂമിയിലുള്ള വസ്തുക്കളിലേക്ക് നോക്കി അതിനെ സ്വന്തമാക്കുവാനുള്ള ആഗ്രഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവപ്രമാണങ്ങളും ദൈവകൽപ്പനകളും ഒക്കെ ലംഘിച്ചുകൊണ്ട് ലോകമോഹങ്ങളെ സ്വന്തമാക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവം വേദനിക്കുക. ആ ലോകത്തിലേക്ക് കടന്നു പോകുമ്പം ദൈവ ചൈതന്യം നഷ്ടപ്പെട്ട്, ദൈവത്തിൻ്റെ ഛായ നഷ്ടപ്പെട്ട് ദൈവജനം അന്ധകാരത്തിലേക്ക് കടന്നു പോകുകയാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയ സാന്നിധ്യവും ശക്തിയും നമ്മളെ ലോകമോഹങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടും. ലക്ഷ്യം സ്വർഗമായിരിക്കണം. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശരീരത്തിൻ്റെ പ്രവണതയിൽ നിന്നെല്ലാം ശരീരത്തെ മോചിപ്പിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കണ്ണിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന്, ദുരാശയിൽ നിന്ന് കണ്ണിനെ നമുക്ക് മോചിപ്പിച്ചെടുക്കാം. ജീവിതത്തിൻ്റെ അഹന്തയിൽ നിന്ന് നമ്മുടെ ചിന്തകളെയും ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് വിടുവിച്ചെടുക്കാം. ആ തിരുരക്തത്തിൻ്റെ സാന്നിധ്യം ഈ ലോകമോഹങ്ങളിലേക്ക്, കണ്ണിൻ്റെ ദുരാശകളിലേക്ക്, ജീവിതത്തിൻ്റെ അഹന്തയിലേക്ക് ഒഴുകിയിറങ്ങാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇത് 3 ഈശോ ഏറ്റെടുത്ത് കാൽവരിയിലേക്കുള്ള യാത്രാ മധ്യത്തിൽ കുരിശോടുകൂടി 1-ാം പ്രാവശ്യം ഈശോ വീഴുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രവണതയെ യേശു ഏറ്റെടുത്തപ്പോൾ കുരിശോടുകൂടി 1-ാം പ്രാവശ്യം ഈശോ നിലത്ത് വീഴുകയാണ്. ആ പാപത്തെയും അവൻ ശരീരത്തിൽ പേറിക്കൊണ്ടാണ്
ഏറ്റെടുത്തുകൊണ്ട് ആ ശരീരത്തിൻ്റെ പ്രവണതയിൽ നിന്ന് ശരീരത്തെ പൂർണ്ണമായിട്ടും അവിടുന്ന് വീണ്ടെടുത്തു. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വീണ്ടെടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആഗ്രഹങ്ങളും നമ്മളെ വിട്ടുപോകട്ടെ, എല്ലാ ദുരാശകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ. കണ്ണിനെ കർത്താവ് ദുരാശയിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ ഈശോ കുരിശുമായിട്ട് രണ്ടാം പ്രാവശ്യം നിലത്ത് വീഴുകയാണ്. കണ്ണിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അവൻ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കണ്ണിൻ്റെ ദുരാശയിൽ നിന്ന് കണ്ണിനെ കർത്താവ് മോചിപ്പിച്ചെടുത്തു. ജീവിതത്തിൻ്റെ അഹന്ത, വചനം പാലിക്കാതെ, കൽപ്പനകൾ അനുസരിക്കാതെ ആടുകളെ പോലെ വഴിതെറ്റിപ്പോയി ഇസ്രായേൽ ജീവിതത്തിൻ്റെ അഹന്തയിൽ നിന്ന് വീണ്ടെടുത്തപ്പോൾ ഈശോ കുരിശോടുകൂടി മൂന്നാം പ്രാവശ്യം ഇവിടെ നിലത്ത് വീഴുകയാണ്. പ്രാർത്ഥിച്ച മക്കളെ, ഈ മൂന്ന് ദുരാശകളും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായിട്ട് മാറ്റപ്പെടുകയാണ്. കണ്ണടച്ച് പ്രാർത്ഥിച്ചു. യെശയ്യാ പറയുന്നുണ്ട്, യെശയ്യാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. മക്കൾ പ്രാർത്ഥിച്ച് ആകാശം പിളർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ദൈവത്തിൻ്റെ പുത്രനിലേക്ക്. ആത്മാവ് ശരീരത്തിൻ്റെ പ്രവണതയിൽ നിന്നും കണ്ണിൻ്റെ ദുരാശയിൽ നിന്നും ജീവിതത്തിൻ്റെ അഹന്തയിൽ നിന്നും ശരീരത്തെ പരിപൂർണമായിട്ട് മോചിപ്പിച്ചുകൊണ്ട് പിശാചിൻ്റെ സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പരസ്യ ജീവിതം ആരംഭിച്ച ദൈവത്തിൻ്റെ പുത്രൻ ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. മക്കൾ പ്രാർത്ഥിച്ചേ, ഈശോ ഒരു വലിയ മാനസാന്തരം എൻ്റെ ഹൃദയതലങ്ങളിൽ അവിടുന്ന് നൽകണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തടസ്സമായിരിക്കുന്ന എല്ലാ പ്രവണതകളുടെ മേലും കർത്താവിൻ്റെ തിരുച്ചോര ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പടയാളി വന്ന് അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവൻ്റെ ബലഹീനതയായ കണ്ണ്, ആ കണ്ണിൻ്റെ ദുരാശയിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ഒഴുകിയിറങ്ങിയപ്പോൾ ആ ദുരാശയിൽ നിന്ന് കണ്ണ് മോചനം പ്രാപിച്ചപ്പോൾ ഇരു കണ്ണുകളോടുകൂടി അവൻ യേശുവിനെ കണ്ടു. മക്കൾ പ്രാർത്ഥിച്ച് യേശുവിനെ ആരാധിക്കുക. തൻ്റെ കൈവശമുണ്ടായിരുന്ന കുന്തം കൊണ്ട്, പ്രിയപ്പെട്ടവരെ, അവൻ യേശുവിനെ നോക്കി എന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പിലാത്തോസിന്റെ അരമന മുതൽ കാൽവരിയുടെ നെറുക വരെ യേശുവിനെ പിന്തുടർന്ന് ആ പടയാളി യേശുവിനെ നോക്കിയത്, അവന്റെ ഹൃദയത്തിലേക്ക് നോക്കിയത് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് അവൻ നോക്കിയപ്പോൾ ആ സ്നേഹം അവനിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ ആ സ്നേഹത്തിലൂടെ അവൻ്റെ ബലഹീനത നീക്കപ്പെട്ടു. എങ്കിൽ ഈശോയുടെ തിരുവിലാവിലേക്ക് ഞാനും നിങ്ങൾ നോക്കി നിന്നുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈ ബലഹീനതകളിൽ നിന്ന് എൻ്റെ ശരീരത്തെ മോചിപ്പിച്ചുകൊണ്ട് കർത്താവെ പരിപൂർണനാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച്, ലുങ്കീനോസ് നോക്കിയതുപോലെ ഈശോയിലേക്ക് നോക്കിക്കേ, അവന്റെ സ്നേഹത്തിലേക്ക് നോക്കിക്കേ. ആ ഒരു തുള്ളി രക്തമാണ് ലുങ്കീനോസിനെ അവിടുന്ന് വിശുദ്ധനാക്കിയതെങ്കിൽ പ്രിയ ദൈവജനമേ, അവിടുത്തെ ഒരു തുള്ളി രക്തമാണ്, അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു തുള്ളി ജലമാണ് എന്നെ വീണ്ടെടുത്തുന്നുള്ള വിശ്വാസത്തോടെ ഒരു ദൈവത്തില് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ആകാശം പിളർന്ന് അവനിലേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞിരിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ആ തിരുഹൃദയത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് ഈശോയെ എന്നൊന്ന് വിളിക്കാമോ? തിരുഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ എന്നൊന്ന് വിളിക്കാമോ? തിരുവിലാവിൽ നിന്നൊഴുകും കണ്ണുകളടച്ച് തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ എന്ന പൊന്നു കർത്താവേ, തിരുവിലാവിൽ നിന്നൊഴുകും
തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങഴും നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം, വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശാന്തമായിട്ടിരിക്കുക. ദൈവവചനത്തിനായിട്ട് കർത്താവ് എന്ന് തരുന്ന വചനത്തിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ജീവനും ജീവിതവും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയും വചനം കേൾക്കുമ്പോൾ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരികയും ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവത്തിൻ്റെ സ്വരം ദൈവം ഇതിൽ കേൾക്കുമ്പോൾ അതിലൂടെ ആ ദൈവത്തിൻ്റെ സ്വരത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും അവിടെ നിന്ന് വിവേചിച്ചറിയുകയാണ്. വചനം കേൾക്കുമ്പോൾ ആത്മാവ് ഉള്ളിൽ കടന്നു വരികയാണ്. ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ആ നിയോഗങ്ങൾ സഫലമാക്കി തരുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ ഉറക്കെ വായിക്കണം. വചനം ഉറക്കെ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കും. വചനം കേൾക്കുമ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുക. മൗനമായിട്ടല്ല വായിക്കണം, ഉറക്കെ വായിക്കണം. സ്വരം കേൾക്കുക, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. നമ്മുടെ അധരങ്ങളിലൂടെ ദൈവത്തിൻ്റെ വാക്കുകൾ, നമ്മുടെ നാവിലൂടെ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് കേൾക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ഉള്ളിലുള്ള നിയോഗങ്ങളെ അവിടുന്ന് വിവേചിച്ച് അറിയുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുവാൻ യെശയ്യാ പ്രവാചകൻ ആഗ്രഹിക്കുക. ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്ന എപ്പോഴാണ് വന്നേ? എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ്? ആകാശം പിളർന്ന് ഇറങ്ങി വന്നപ്പോഴാണ്? ഈശോ മാമോദീസ സ്വീകരിച്ച സമയത്ത്. ഇത് ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ എന്ന് യെശയ്യാ പ്രവചിക്കുക. കർത്താവെ യെശയ്യാ പ്രവചനം 64 അധ്യായം 1 തിരുവചനം. കർത്താവെ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, അങ്ങനെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ഒരു പർവ്വതം വിറകൊള്ളുന്നത് പോലെ ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഒരു ദൈവം ഇതിൽ പൂരിതമാകും. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവേ, ആകാശം വിളർന്ന് എന്നിലേക്ക് ഇറങ്ങി വരണേ, സമുദ്രം ജലത്താൽ നിറയുന്നത് പോലെ. അവിടെ വചനം പറയും, ശ്രദ്ധിച്ച്, അഗ്നിയാൽ വിറക് എരിയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവരക്കട്ടെ, ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടുമ്പോൾ നമ്മൾ അവിടുത്തെ നാമം, യേശുവിൻ്റെ നാമം അധരങ്ങളിലൂടെ പുറത്തു വരുക. നമ്മൾ ആഗ്രഹിക്കുന്ന വേറെ കാര്യമാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ വേറെ ഒന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഈശോ സ്നാപയോഹന്നാലും സ്നാനം സ്വീകരിച്ച് കരയിലേക്ക് കയറി പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അങ്ങ് പിളർന്നു. ഇത് യേശുവ പറയുന്നത്. ഞാനും നിങ്ങൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ ഇതേ സംഭവം തന്നെ നടന്നേ. ആകാശം പിളർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവത്തിലേക്ക് ആവസിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പ്രാർത്ഥിക്കണം. ചുമ്മാ ഇരുന്ന് ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടന്നാൽ കൃഷി ചെയ്ത് നടക്കുക. രാവിലെ എഴുന്നേക്കും, അതിരാവിലെ എഴുന്നേറ്റ് അതികഠിനമായിട്ട് അധ്വാനിച്ച് അതെല്ലാം വ്യർത്ഥമാണെന്ന് കർത്താവ് പറയുക. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാലോ സമുദ്രം ജലത്താൽ നിറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു ദൈവത്തിൽ നിറയപ്പെടുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിയാൽ വിറകരിക്കുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ. നിങ്ങൾ ചിന്തിച്ചു, ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ അവൻ്റെ ഉള്ള് ജ്വലിക്കപ്പെടും. ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജ്വലിക്കപ്പെടുന്നവരാണ് ഈശോയെ വിട്ടിട്ട്
അവരുടെ ഉള്ളിൽ നിന്ന് എന്നെ വരും, ദൈവനാമം വരും. പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ്, ശുശ്രൂഷകൾ ഇഷ്ടമാണ്, വചനം കേൾക്കാൻ ഇഷ്ടമാണ്, വചനം വായിക്കാൻ ഇഷ്ടമാണ്, വചനം ധ്യാനിക്കാൻ ഇഷ്ടമാണ്. ഇതില്ലാത്തവരോ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൊടി പോലും, പിന്നെ അടുത്ത കാര്യം പറഞ്ഞു, കാര്യം ഇതാ, ഒന്ന് പ്രാർത്ഥിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണം, അടുത്ത സംഭവം എന്താ, പരീക്ഷ പാസ്സാകണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. സമുദ്രം ജലത്താൽ നിറയുന്നത് പോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വിറക് കത്തിക്കുമ്പോൾ ആ വിറക് കത്തി അത് ജ്വലിക്കുന്നത് പോലെ, അതിലൂടെ വെള്ളം തിളയ്ക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി ജ്വലിക്കപ്പെടും, ആത്മാവിനാൽ ജ്വലിക്കപ്പെടുമെന്ന് യെശയ്യാ ദീർഘദർശിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇത് സംഭവിച്ച പ്രശ്നം തീരും. നമ്മുടെ പ്രശ്നം തീരുന്നത് ഈ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടുമ്പോഴാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇതൊന്നും ആർക്കും വേണ്ട. മെസ്സേജ് ഉണ്ടോ? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് 2 മെസ്സേജ് ഇങ്ങ് പറഞ്ഞേ. ഈ മെസ്സേജ് എന്നാ? ഈ മെസ്സേജ് കേട്ട വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. മെസ്സേജ് കേട്ടു, നന്നായിട്ട് പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധാത്മാവ് ദൈവം പറയുന്നത്. പ്രാർത്ഥിക്കാൻ, എന്ത് കേട്ടു, എന്താ പ്രയോജനം? പ്രാർത്ഥിക്കത്തൊന്നുമില്ല. പിന്നെ ആഗ്രഹം, ലോകമോഹങ്ങളിലേക്കുള്ള ആഗ്രഹമാണ്. ഇപ്പം ഇവിടെ ഈ ലോകത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ ദൈവം നൽകിയത് ആത്മാവിനെയാണ്, പരിശുദ്ധാത്മാവിന് നൽകി. പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ ദൈവം നൽകിയത് പരിശുദ്ധാത്മാവിനെയാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എന്നൊക്കെ സംഭവിക്കണം? ആകാശം പിളർന്ന് ഇറങ്ങി വന്നു, നമ്മളിൽ ഉണ്ട്, സംഭവമുണ്ട്. പക്ഷെ ജ്വലിക്കണമെങ്കിലോ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇനി ഇവിടെ 5 ദിവസത്തെ കൺവെൻഷനും, ബുധനാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കും. ഇപ്പം എന്തിനാ ഇത് വരുന്നത്? ഈ കൺവെൻഷൻ വരുന്നത് എന്തിനാ? രോഗശാന്തിക്ക് അത്ഭുതങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല വരുന്നത്. ഇതുപോലെ ഈ ആത്മാവിൻ്റെ അഭിഷേകം വീണ്ടും വരുവാനായിട്ട് ജനം ഒരുമിച്ച് കൂട്ടുക. ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുവാനുള്ള ഒരു സാധ്യത സ്വർഗം ഈ മണ്ണിൽ ഒരുക്കിയിരിക്കും. എന്തിനു വേണ്ടിയാ? ആത്മാവിനാൽ ജ്വലിക്കപ്പെടുന്ന അനേകരെ ഈ മലമുകളിൽ ഉയർത്തുവാൻ വേണ്ടിയാണ് ദൈവം ഒരു കൺവെൻഷൻ ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ മനുഷ്യൻ വരണമെങ്കിൽ എന്ത് സമയം? രോഗശാന്തി കിട്ടണം. ഒരു രോഗശാന്തി കിട്ടണം. അതിനുവേണ്ടി എന്താ? ഇത്ര പ്രാവശ്യം കുറച്ച് നിയോഗമുണ്ട്. ഈ നിയോഗം സംഭവിക്കണമെങ്കിലോ വചനം കേൾക്കണം. വചനം കേട്ടാലേ ഉള്ളൂ ഈ നിയോഗം നമ്മളിൽ സാധ്യം ആകത്തുള്ളൂ. വചനം കേൾക്കുമ്പോൾ ആത്മാവ് കയറി, ഈ ആത്മാവ് ഉള്ളിൽ ചെന്നിട്ട് ഉള്ളിലോട്ട് ചെല്ലണം. ഈ വചനം ഉള്ളിലേക്ക് ചെല്ലണം. ആ വചനം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ ഉള്ളിലുള്ള നിയോഗങ്ങളെ, ആഗ്രഹങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവ് തൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുത്തും. കരമേർത്തമോ? ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഡയറക്റ്റ് ചെയ്തൊരു കാര്യം പരിശുദ്ധാത്മാവിനെ നേരിട്ട് തന്നു. എന്നിട്ട് ഈ വചനം കേൾക്കുമ്പോൾ ഈ ആത്മാവ് വീണ്ടും ശക്തി പ്രാപിക്കുക. വചനം കേൾക്കുമ്പോൾ ഈ ആത്മാവ് ജ്വലിക്കുക. നമുക്ക് ശ്രദ്ധിച്ചൊന്നിട്ട് കേട്ടേ. അഗ്നിയാൽ വിറകരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ തിളയ്ക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ കുളിർ അനുഭവം കിട്ടും, കേൾക്കാനുള്ള ആഗ്രഹം, കുളിര് കിട്ടും. ആത്മാവിൽ എളിമ വേണം, അനുതാപം ഉണ്ടായിരിക്കണം. എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. യെശയ്യാ 66:2 വചനം പറയുകയും ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റും നിന്നവര് അഭിഷേകം പ്രാപിച്ചു, തൊട്ടടുത്ത് നിൽക്കുന്നവർ. ഞാൻ എപ്പോഴും ഓർക്കുക, ഡിവൈനിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 10 പേരിൽ സൂക്ഷിച്ചിരുന്ന ഒരാൾ ഇങ്ങനെ മുടങ്ങിയിരിക്കുക. ആരാധന സമയത്ത് ഈ 10 വിരലും ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ
നുവർന്നു. 10 വിരൽ, നിങ്ങൾ ചിന്തിക്കണം, ആ 10 വിരലും നൂർന്നിരിക്കുന്ന എനിക്ക് കൈവക്കി സ്തുതിക്കാൻ മടിയാ. ഈ 10 വിരലും ശോഷിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആ മനുഷ്യന്റെ മേൽ ആവസിച്ചപ്പോ അവിടെ വലിയ ഭയാനക കാര്യങ്ങൾ സംഭവിച്ചു. ഈ 10 വിരലുകളും നുവർക്കപ്പെടുകയും ആ സമൂഹം മുഴുവനും പർവ്വതം വിറകൊള്ളുന്നത് പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തി കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ധ്യാനിച്ച എത്ര പേർ? 25,000-ഓളം പേരാണ് അന്ന് ധ്യാനത്തിൽ പങ്കെടുത്തത്. 25,000 പേര്. ഒരു ധ്യാന 5 ദിവസ ധ്യാനത്തിൽ 25,000 പേര് ധ്യാനിച്ചപ്പോ, അവരൊന്നിച്ച് പ്രാർത്ഥിച്ചപ്പോ ആകാശം പിളർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോ പ്രിയപ്പെട്ടൊരു പർവ്വതം വിറകൊള്ളുന്നത് പോലെ ഭയാനക കാര്യങ്ങളിൽ ദൈവം ആ സമൂഹത്തിന്റെ മേൽ ചെയ്തു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ സംഭവിക്കണ്ടേ. ജനം കൂടണം, പെരുകണം. എന്തിനീ സാധ്യത? എന്തിനീ ഈ വലിയ പന്തലൊക്കെ ഇട്ട് ചല്ലിക്ക്? എന്തിനു 10-20 ലക്ഷം രൂപ 25 ലക്ഷം രൂപ മുടക്കി ഈ സംഭവം എന്തിനാ? ഈ ആകാശം പിളർന്ന് ദൈവം ഇറങ്ങി വരണമെങ്കിൽ, വൻകാര്യങ്ങൾ ദൈവജനത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതുപോലൊരു സമൂഹം ഒരുമിച്ച് കൂട്ടി വചനം കേട്ട് ദൈവമായ കർത്താവിനെ അവസാന മണിക്കൂർ വരരുത്. നിങ്ങൾ അവസാനമല്ല വരേണ്ടത്, ആദ്യം തൊട്ട്. ആദ്യത്തെ പ്രാർത്ഥന മുതൽ അവസാനത്തെ പ്രാർത്ഥന ആശീർവാദം വരെയുള്ള മുഴുവൻ ശുശ്രൂഷയിലും പങ്കെടുക്കുമ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ വലിയ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൊടമാടൊരു ശുശ്രൂഷ ചെയ്യേണ്ട സമയത്ത് വലിയ ജനാവലിയ, പള്ളി നിറഞ്ഞ് കവിഞ്ഞിട്ട് പള്ളിയുടെ പുറത്ത് ആളുകൾ. ഇവിടെ വൻ കാര്യങ്ങൾ അവിടെ യേശു ചെയ്ത്, വൻ കാര്യങ്ങൾ. ജനം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഇതുപോലെയുള്ളൊരു പ്രാർത്ഥനയൊന്നുമല്ല, ഇതിൻ്റെ ഇരട്ടി ശക്തിയിൽ ആവശ്യക്കാരെ വരുന്നേ. ആ സങ്കട ദുഃഖങ്ങളും ആകുലതകളും നിരാശയുള്ള ജനം വരിക. അവൾ പ്രത്യാശയോടെ ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിച്ചപ്പോൾ വൻ കാര്യങ്ങൾ ദൈവമായ കർത്താവ് അവിടെ പ്രവർത്തിക്കുക. അവിടെ ഞാൻ എപ്പോഴും ഓർക്കും, ഒരു സിസ്റ്ററിൻ്റെ കാല്, എൻ്റെ ഈ കാലിലെങ്ങനെ വാദം വന്നിട്ട് അവരുടെ കാല്, സിസ്റ്ററിൻ്റെ കാലെല്ലാം ഇങ്ങനെ വളഞ്ഞിരുന്നിട്ട് ഈ ഇതിനിടയിൽ വെള്ളം നിന്നിട്ട്, ഈ സിസ്റ്ററിൻ്റെ വിരലിൻ്റെ ഇടയിൽ വെള്ളം നിന്നിട്ട് ഈ കുറേ ഭാഗങ്ങൾ അടർന്നു പോയി, ദശ പോയി. നിങ്ങൾ ചിന്തിക്കണം, ദശ പോയി. ഇത് കണ്ട സഹോദരി, കറുകച്ചാലുള്ള ഒരു ഫാമിലിയുള്ള ഒരു സിസ്റ്ററാണ് ഇത്. ഈ സിസ്റ്ററിൻ്റെ അനിയത്തി പള്ളിക്കകത്ത് വന്നിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി വന്ന് ഈ അമ്മയുടെ ഈ കടപ്പും ഈ അമ്മയുടെ വേദനയൊക്കെ കണ്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവം ചെയ്തു, ആകാശം പിളർന്ന് എവിടെ ഇറങ്ങി വന്നു? ഈ സിസ്റ്റർ കടന്ന മുറിയിൽ, മഠത്തിലെ മുറിയിൽ, അവിടെ കൊടമാടൂരല്ല, വേറെ ഏതോ സ്ഥലത്താ. അവിടെ ഇറങ്ങി വന്ന് ഈ സിസ്റ്ററിൻ്റെ ഈ കാലുകളിൽ പോയ, ഈ അഴുകിപ്പോയ ആ മാംസവും ആ തൊലിയുമൊക്കെ, തൊക്കുമൊക്കെ വെച്ച് പിടിപ്പിച്ച് പരിപൂർണ സൗഖ്യം പ്രാപിച്ചു. സിസ്റ്റർ കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുടമാളൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്, അവിടെ എതിർപ്പുകളുണ്ടായി, ശത്രുതയുണ്ടായി. അപ്പം നമ്മൾ അവിടെ നിന്ന് വിട്ട് കർത്താവിൻ്റെ ആത്മാവ് ഈ മലമുകളിലേക്ക് പോയി. ഇപ്പം സഭ നമ്മോട് ആവശ്യപ്പെടുക തിരിച്ചങ്ങോട്ട് ചെല്ലാനായിട്ട്, തിരിച്ച് ആലയത്തിലേക്ക്, വെള്ളിയാഴ്ച നടക്കുന്ന ശുശ്രൂഷയിലേക്ക് തിരിച്ച് ചെല്ലാനായിട്ട് സഭ നമ്മളോട് ആവശ്യപ്പെടുക. അപ്പോൾ അവിടെ നിന്നുള്ള ഇടവയിലുള്ള ആളുകൾ എന്നെ കാണാനായിട്ട് വന്നു. ബ്രദർ വരണം, ബ്രദറിന് പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങൾ തരും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പ്രത്യാശയോടെ വിളിക്കാമോ? ഒരു ദേശത്തിൻ്റെ വിശുദ്ധീകരണം, ഒരു ആലയത്തിൻ്റെ വിശുദ്ധീകരണം, ആ ഇടവകയുടെ വിശുദ്ധീകരണം, അതിനുവേണ്ടി ഒരു ശുശ്രൂഷകനെ ദൈവമായ കർത്താവ് ഒരു ദേശത്തുയർത്തുമ്പോൾ വലിയ സഹനത്തിലൂടെയാ ആ ശുശ്രൂഷകനും ആ ശുശ്രൂഷകന്റെ കുടുംബവും കടന്നു പോകുന്നു. അല്ലാതെ ഒരു സന്തോഷത്തോടെ അല്ല. അത് ദൈവീ ശുശ്രൂഷയുമ്പോൾ സന്തോഷത്തോടെ ചെയ്യുന്നത്, പക്ഷെ വലിയ സഹനങ്ങളുടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളിലൂടെയൊക്കെ പോകുമ്പോഴാണ് വലിയ ആത്മീയ അഭിഷേകം ഓരോ ശുശ്രൂഷകളിലും വ്യാപരിക്കപ്പെടുന്നത്. ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പം അവർ ഭയങ്കര സന്തോഷത്തിലാണ്, അവർ കുടുംബം വലിയ അതങ്ങനെയല്ല, ആത്മീയ ആനന്ദത്തിലാണ്. പക്ഷെ ഭൗതികമായിട്ടുള്ള
ചില ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും അപമാനങ്ങളും നിന്ദനങ്ങളും ഒക്കെ ഈശോ ചെയ്ത കാര്യവും ചെയ്യുന്നത്. നമ്മളൊരാളെ സഹായിച്ചാൽ, ഒരാളെ വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരിൽ നിന്ന് തിരിച്ച് പ്രതിഫലം കിട്ടുന്നത് ഈശോയ്ക്ക് കിട്ടിയ മാത്രമേ കിട്ടത്തുള്ളൂ. എന്താ കിട്ടിയേ? അടിയും പാന്തും ഏറും തുപ്പലും ഇതൊക്കെ കിട്ടത്തുള്ളൂ, അല്ലാതെ ഒന്നും കിട്ടത്തില്ല. മണിക്കൂറുകളിൽ നിന്ന് കൗൺസിലിംഗ് ഒക്കെ എടുത്ത് ചില കുടുംബങ്ങളെ ചില അവസ്ഥകളിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരുമ്പോൾ പിന്നീട് ഇവരായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രു. കാരണം ക്രിസ്തുവിന്റെ കാലം മുതൽ, പ്രവാചകന്മാരുടെ കാലം മുതൽ ഇന്നോളം അത് തന്നെയാണ് സംഭവിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അതുകൊണ്ട് പരാതിയില്ല, പരിഭവമൊന്നുമില്ല. എനിക്കൊരിക്കലും പരാതികളൊന്നുമില്ല, പരിഭവമൊന്നുമില്ല. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത വഴി, ഈശോ നടന്ന അതേ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഈശോ സഹിച്ച അതേ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് രക്ഷാകര പദ്ധതിയുടെ പൂർണ്ണത നമ്മളിൽ വെളിപ്പെടുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഞാൻ കുടമാളി ശുശ്രൂഷ പറഞ്ഞത്, അവിടെ വലിയ ആത്മീയ അഭിഷേകം ഉണ്ടായി. നല്ല ശുശ്രൂഷ, നല്ല തീ പോലെ ജ്വലിച്ച് നിൽക്കുന്ന സമയത്താണ് കുറേ ആളുകൾ തിരിഞ്ഞ് ശുശ്രൂഷ നിർത്തലാക്കാൻ പറഞ്ഞ് ബഹളം വെക്കും. അപ്പോൾ ആത്മീയ അഭിഷേകം കത്തിജ്വലിക്കുമ്പോൾ അപ്പുറത്ത് തിന്മ ഇതിനെതിരെ രൂപപ്പെടും. അതിശക്തമായ പ്രാർത്ഥന. ഇനി എനിക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഇനി മുതലുള്ള സമയങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. കാരണം ഒരു വലിയ ദൗത്യം സഭ നമ്മളെ ഏൽപ്പിക്കാൻ പോവുക. ഈ സമൂഹത്തെ കർത്താവിൻ്റെ ആത്മാവ്, വലിയൊരു ദൗത്യം കർത്താവിൻ്റെ ആത്മാവ് ഈ സമൂഹത്തിന് കർത്താവ് ഏൽപ്പിച്ചു തരികയാണ്. വൻ കാര്യം. ഇത് ഇപ്പം ഇന്ന് ഉള്ളതിനേക്കാൾ ഉപരിയായ ഒരു ശുശ്രൂഷ വെള്ളിയാഴ്ചകളിൽ സംഭവിക്കുവാൻ തക്കവിധം നമ്മളെ കർത്താവ് സഭയോട് ചേർത്ത് ആത്മീയ അഭിഷേകം നൽകിക്കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. ഭയാനക കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ചുറ്റുപാട് നിൽക്കുന്നവര് ഒരു വലിയ അത്ഭുതം സംഭവിക്കുമ്പോൾ, ഞാനന്ന് ഓർക്കുക, ഡിവൈനെ വെച്ചുണ്ടായ അത്ഭുതം സംഭവിക്കുന്ന ചുറ്റുപാടുകൾ, ഒരു കുടുംബത്തിലൊരു ഒരു അനുഗ്രഹം സംഭവിക്കുമ്പോൾ ചുറ്റുപാടുകളിലുള്ളവര് മുഴുവനും ഈ പർവ്വതം വിറകൊള്ളുന്നത് പോലെ വിറകൊള്ളുകയാണ്. ആത്മീയ അഭിഷേകം നിറയുക, വിശ്വാസത്തിൻ്റെ വലിയ പൂർണ്ണത അവരുടെ ശരീരത്തില്, ആത്മാവില്, ജീവനില് വെളിപ്പെടുകയാണ്. വിശ്വാസത്തിലൂടെ കൃപ കിട്ടുന്നത്. വിശ്വാസം ഇല്ല നമുക്ക് സത്യമായിട്ട്. ഈ അത്ഭുതമൊക്കെ എൻ്റെ അടുത്ത് സംഭവിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്നത് ഇതൊക്കെ ഇതിലൊക്കെ എതിരാവും. ഇതൊന്നും അല്ലായിരിക്കും, ഇതൊക്കെ കൊണ്ടുവന്നായിരിക്കും. വലിയ അത്ഭുതങ്ങളെ സംഭവിക്കുക, ഇത് കൊണ്ടുവന്നിരിക്കുന്ന ആളെ കൊണ്ടുവന്നിരിക്കുന്ന ഇതൊന്നും അല്ല. ഇതാ കർത്താവ് പറഞ്ഞ ആത്മാവിൻ്റെ അഭിഷേകം എവിടെ വ്യാപരിക്കപ്പെടുന്നോ അവിടെ വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളെ സംഭവിക്കും. നമ്മൾ വിളിച്ച് പരിശുദ്ധാത്മാവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ഈശോ സ്നാപയോനെ സ്നാനം സ്വീകരിച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ അവിടുത്തെ ആത്മാവിനെ എന്നിലേക്ക് അയക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം പിളർന്നു. ആ ശബ്ദം കേട്ടപ്പോ, ആ സ്വരം കേട്ടപ്പോ, ദൈവത്തിന്റെ പുത്രന്റെ സ്വരം കേട്ടപ്പോ, ദൈവ പൈതലിന്റെ സ്വരം കേട്ടപ്പോ ആകാശം പിളർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രനിലേക്ക് ആവസിക്കപ്പെട്ടതുപോലെ ഒരു ദൈവത്തിലെ മാമോദിസ മുക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് ഇതുപോലെ തന്നെ ആവസിക്കപ്പെടുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവ് നിറഞ്ഞൊരു വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും, പിതാവിനോട് പ്രാർത്ഥിക്കും, അപ്പാ പിതാവേ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മളെ ശക്തി പ്രാപിക്കുകയും, ഇവിടെ വചനം പറയുന്നു, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, അവിടെ പറയുന്നത് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുന്നിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ട് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. രാപ്പകല് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം അധ്വാനിക്കുന്നു എന്ന് യേശയ്യ പ്രവചിച്ചു വച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു പെൺകുട്ടി
അവൾക്ക് വിദേശത്താണ്, ഇത് കാനഡയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അവൾക്ക് PR എന്തൊക്കെ കിട്ടാതെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി എന്നെ വിളിക്കും, ഒരു കൊച്ച് എന്നെ വിളിച്ചിട്ട് പറയും, ബ്രദറെ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറയും കുറേ വചനമൊക്കെ കൊടുക്കും. എന്നിട്ട് കൊച്ചെ വരുന്നു പ്രാർത്ഥിക്കാൻ പറയും. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എല്ലാം പൂർത്തിയായി. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം. ആരാ അധ്വാനിക്കണ്ടേ? പറ. പ്രാർത്ഥിക്കുമ്പോൾ ആരാ അധ്വാനിക്കുന്നത്? ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ മോശെ ഇസ്രായേൽ പ്രാർത്ഥിച്ചു, ഇസ്രായേൽ ജനം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദീനരോധനം, കണ്ണുനീര്, വിഷമം എല്ലാം ദിവസത്തിന് ചെന്നു. അവിടെ അടങ്ങിയിരിക്കത്തില്ല. ദൈവം ഓർക്കും ഇതിങ്ങി എന്നാ ചെയ്യും. ദൈവം ഭൂമിയിൽ പരതിയപ്പോ നീതിമാനായ ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിൽ കണ്ടു, മോശയെ. കാരണം എന്താ? തൻ്റെ അമ്മായിപ്പൻ്റെ കുറച്ച് ആടിനെ ആയിട്ട് പോയതാ. അത് പെരുകി. ഇനി തിരിച്ചു ചെല്ലുന്ന 1 വർഷം കഴിഞ്ഞിട്ട്, അമ്മായിപ്പൻ്റെ അടുത്ത് ചെല്ലുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ 1 വർഷം കഴിയുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ഈ 100 ആടുണ്ടായിരുന്നേ, അത് പെരുകി 1000 ആട് വരെ ആയിട്ടു. നിങ്ങൾ ചിന്തിക്കണം. ഇതിൽ ഒന്നിനെ കൊന്നു തിന്നാൽ അമ്മായിപ്പൻ അറിയത്തില്ല. ഇതിന് ഒന്നിനെ ഉപേക്ഷിച്ചിട്ട് പോന്നാൽ അമ്മായിപ്പൻ അറിയത്തില്ല. പക്ഷേ ഒരാട് മുള്ളിനിടയിലേക്ക് പോയി, അത് മുള്ളിലൊടക്കിക്കിടന്നപ്പോൾ ഇഞ്ചമുള്ളിനിടയിലൂടെ മോശ കയറി ചെന്ന് ഈ ആടിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെടിച്ചെടുത്തപ്പോ കാൽവരിയുടെ നെറുകയില് മരക്കുരിശില് നമുക്ക് വേണ്ടി കടന്നൊരു രക്ഷകനുണ്ട്. ആ രക്ഷകനെ പോലെ രക്തമൊലിച്ച് ഒരാടിനെയായിട്ട് നിൽക്കുന്ന ഒരു വിശ്വസ്തനായ ഒരു പടയാളിയെ ആര് കണ്ടു? ദൈവത്തിന്റെ പടയാളിയെ ദൈവം ഭൂമിയില് തെരഞ്ഞെടുത്തു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തനായിട്ടുള്ള നീതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഭൂമിയിൽ അന്വേഷിക്കും, നമ്മളെ സഹായിക്കുവാൻ. പ്രാർത്ഥിച്ചാലേ ഉള്ളൂ. സഹായിക്കാൻ ഒരാളെ കണ്ടുപിടിക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു രോഗം വരുമ്പോൾ, അതൊരു പീഡയാണെങ്കിൽ കർത്താവ് ഒരാളെ അഭിഷേകം ചെയ്ത് ആ പീഡ പുറത്താക്കാനായിട്ട് കർത്താവ് അതിന് ഒരാളെ നിയോഗിക്കും. കണ്ണുപോയി, കണ്ണിൻ്റെ കാഴ്ച പോയി. എവിടെ വെച്ചാ? ദമാസ്കസിലേക്കുള്ള യാത്രയിൽ കുതിരപ്പുറത്ത് താഴെ പോയി, കണ്ണിൻ്റെ കാഴ്ചയില്ല. പിടിച്ചു കൊണ്ടുവന്ന് ആളുകൾ കൊണ്ടുവന്നൊരു സ്ഥലത്ത് ഇരുത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അടങ്ങിയിരുന്നില്ല. ദൈവം ഒരാളെ ഭൂമിയിൽ ആ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകൾ, അശുദ്ധമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് ആ വ്യക്തിയെ മോചിപ്പിച്ചെടുക്കുവാൻ വേണ്ടി അനന്യാസ് എന്ന പുരോഹിതനെ ദൈവം ഭൂമിയിൽ അഭിഷേകം ചെയ്ത് തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച് ആ ഒരു അവസ്ഥയിൽ നിന്ന് സാവൂളിനെ സ്വതന്ത്രമാക്കി. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവം അവിടെ പ്രവർത്തിക്കും. പ്രാർത്ഥിക്കണം. വന്നിരുന്നേച്ച് ഏതാണ്ടൊക്കെ ഉറങ്ങി, ഉറക്കം വരുന്നതന്നെ അപകടം. ദൈവജനം ശ്രദ്ധാപൂർവം കേട്ടാൽ ഈ അനുഗ്രഹം എല്ലാം തരും. കേട്ടില്ലെങ്കിലോ ഒരു അനുഗ്രഹവും കിട്ടത്തില്ല. ഇപ്പം വചനം ശ്രദ്ധാപൂർവം കേട്ടാൽ നീ നഗരത്തിലും വയലിലും അനുഗ്രഹം, നിന്റെ സന്തതികളും വിളവുകളും കന്നുകാലിക്കൂട്ടം ആട്ടിയും പറ്റോ അനുഗ്രഹം, നിനക്കെതിരെ ശത്രുക്കളെ ഒക്കെ ദൈവം പരാജയപ്പെടുന്ന വചന ശ്രദ്ധാപൂർവം കേൾക്കുമ്പോഴാ. ഉറങ്ങിയാ കിട്ടത്തില്ല. ഇച്ചിരി വെള്ളമൊക്കെ ആയിട്ട് പോരണം. എന്നിട്ട് ഇച്ചിരി വെള്ളം എടുത്ത് കണ്ണിലൊക്കെ പുരട്ടിയാൽ ഉറക്കം പോവും. ഉറങ്ങിയാൽ ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇത് കണ്ട് ശ്രദ്ധിച്ചേ, നമ്മളൊന്നും ശ്രദ്ധിച്ചു. വചനം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങേ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. ദൈവത്തിന്റെ വചനമനുസരിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
അനീതി പ്രവർത്തിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കത്തൊന്നുമില്ല. അനീതിയുടെ പരിണിതഫലം പാപത്തിന്റെ ശമ്പളം മരണമോ? ഇവിടെ പറയാ നീതി പ്രവർത്തിക്കുന്നത്. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട്, ദൈവത്തെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. ദൈവത്തിന്റെ കോപം മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്ന അഗ്നിയായി അവരിലേക്ക് കടന്നു ചെല്ലുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അഗ്നി വരും. യേശുവിനെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം ജലം പോലെ, നദി പോലെ പെയ്തിറങ്ങുമ്പോൾ ഈ അഗ്നി കെട്ടുപോകും എന്നുള്ളതാണ് സത്യം. കോപം വരും ദൈവത്തിന് പാപം ചെയ്യുമ്പോൾ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം. യെശയ്യായിൽ പറയാം, കർത്താവിൻ്റെ ആത്മാ രക്ഷപ്പെടുവോ? രക്ഷപ്പെടുവോ? എന്തുകൊണ്ടാ സംഭവിച്ചേ? അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. വളരെ കാലം ഒരു പാപം ചെയ്തുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു. കർത്താവിൻ്റെ വചനമോ? കുറച്ച് സമയമല്ല, കുറേ കാലം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സത്പ്രവർത്തികൾ മലിനവസ്തു പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. കാറ്റുപോലെ പറന്നു പോവാ. ഒരു സ്ഥലത്ത് ചെന്ന് ജോലി കിട്ടി, പിന്നെ പെട്ടെന്ന് ജോലി പോയി, അടുത്ത സ്ഥലത്തോട്ട് പോയി. ഇവിടെ ജനം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, കാറ്റ് പറക്കുന്ന ഈ കരികില പോലെ പറന്നു നടക്കുക. കാരണം നമ്മുടെ ലക്ഷ്യം എപ്പോഴും എന്താ? ലോകത്തിന് സമ്പത്താണ് മനുഷ്യന്റെ ലക്ഷ്യം, ധനമാണ്. ഇതൊക്കെ ചെയ്തു, ബിസിനസ് ചെയ്തു, സ്ഥലം മേടിച്ചു, വീട് പണിതു, നന്നായിട്ട് കിടക്കാനായിട്ട് യേശു ആഗ്രഹിക്കുന്നു. മോശമായിട്ട് കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വണ്ടി നല്ലത് മേടിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം ദൈവം ആയിരിക്കണം. ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നീതി പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവമാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനീതി പ്രവർത്തിച്ചാൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. കർത്താവിന്റെ കോപം വരും. കർത്താവ് പറയാം, അനീതി പ്രവർത്തിക്കരുത്, നീതി പ്രവർത്തിച്ചു, കർത്താവിന് വേണ്ടി അധ്വാനിച്ചു, വചനം അനുസരിച്ചു, കർത്താവിനെ അന്വേഷിച്ചു. രാവിലെ എഴുന്നേറ്റ് കർത്താവിനെ അന്വേഷിച്ചാൽ കർത്താവ് രാവിലെ മുതൽ നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങും. ഞാൻ അത് പറഞ്ഞ നേരത്തെ എഴുന്നേക്കും, നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഒരു 2 മണിക്കൊക്കെ എഴുന്നേക്കാൻ പറ്റിയ, ഒരു 3 മണിക്കൊക്കെ എഴുന്നേക്കാൻ പറ്റിയാൽ കർത്താവ് ആ സമയം തൊട്ട് നമുക്ക് വേണ്ടി അധ്വാനിക്കുവാൻ തുടങ്ങുമെന്ന് യേശയ്യ പ്രവചിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് അതൊന്ന് പ്രാർത്ഥിച്ചൊന്ന് തീർത്തിട്ട് നമ്മൾ എന്നാ പോവാ? അടുത്ത കാര്യം ചെയ്യാൻ പോവാ. ഇവിടെ ഈ അധ്വാനം പശുത്തൊഴുത്തിലും അവിടെ ഇവിടെ എല്ലാം കാരണം നമ്മുടെ ജീവിതം പോവാ. ഒരു ചേച്ചി പശുത്തൊഴു ഇത് കഴിഞ്ഞ് നേഴ്സിങ് കഴിഞ്ഞ BSc നേഴ്സിംഗ് കിടന്ന ചേച്ചി പശുത്തൊഴുത്തിൽ, ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേച്ചി എന്തിന് പശുത്തൊഴുത്തിൽ കിടക്കുന്നേ? പശുത്തൊഴുത്തിൽ എഴുന്നേറ്റു, കുടുംബം മൊത്തം എഴുന്നേറ്റു. ഞാൻ പറഞ്ഞപ്പോൾ സുബോധം വന്ന് പശുവിനെ വിറ്റു, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടായി. ഇന്ന് അവര് UK ആണ്, അവിടെ വീടായി, അവിടെ ഇപ്പൊ ഇങ്ങി പോകുന്നവരുടെ കാര്യമില്ല പറഞ്ഞു. ഇത് നേരത്തെ പോയതാ. എവിടെ കിടന്നേ? പശുത്തൊഴുത്തിലാ. ഈശോ കാലിത്തൊഴുത്തിലേക്ക് വന്നായിരുന്നു. എന്തിനു വേണ്ടിയാ? അവിടെ ഉണ്ട് ആളുകൾ, അവരെയും വീണ്ടെടുക്കുവാൻ കർത്താവ് കാലിത്തൊഴുത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെയും കർത്താവ് വീണ്ടെടുത്തു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ തിരുവചനം. അന്നൊരിക്കൽ യേശു ഗലീലയിലെ നസ്രത്തിൽ വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളർന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ
പ്രസാദിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് മാമുദീസായിലൂടെ എന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ, എങ്ങനെയാ സമുദ്രം ജലത്താൽ നിറയുന്നത് പോലെ, വിറക് കത്തിക്കുമ്പോൾ വെള്ളം തിളയ്ക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്. ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ അത്ഭുത ശക്തി നമ്മളിൽ വെളിപ്പെടട്ടെ. നന്നായിട്ട് പ്രാർത്ഥിച്ച്, നന്നായിട്ട് പ്രാർത്ഥിച്ച്. പോരാ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കരമുയർത്തി കണ്ണുകളടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചേ. കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യേശു നമ്മൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. അവിടെ നിന്നല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഹൃദയത്തോടങ്ങ് ചേർത്ത് വെച്ച് കണ്ണും നടച്ച് എന്നിട്ട് ആഗ്രഹിച്ചേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. സമുദ്രം ജലത്താൽ കവിയും പോലെ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ. സമുദ്രം ജലത്താൽ കവിയും പോലെ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ.
അന്ന് ഇറങ്ങിയപ്പോ താബോർ മലയിൽ അന്ന് ശോഭിതനായതുപോ സീനായ് മലയിൽ അന്ന് ഇറങ്ങിയപ്പോ താബോർ മലയിൽ അന്ന് ശോഭിതനായതുപോൽ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറക്കേണമേ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറക്കേണമേ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറക്കേണമേ. കർത്താവേ ആകാശം പിളർന്നു വന്നിടണേ. കർത്താവേ ആകാശം പിളർന്നു വന്നിടണേ വന്നിടണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച അഭിഷേകം നല്ല അഭിഷേകം നല്ല അഭിഷേകം. ശക്തി വ്യാപരിക്കപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പൗലോസ്ലീഹ എന്താ പറഞ്ഞു വെച്ചേക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ തിരുവചനം. ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നു എങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുകയില്ലായിരുന്നു. വചനം ഉപേക്ഷിക്കത്തില്ല. വചനത്തെ നശിപ്പിക്കാനായിട്ട് ഈശോയെ കൊന്നു കഴിഞ്ഞാൽ ഈശോ ഇല്ലായ്മ ചെയ്താൽ തീരുമെന്ന് വിചാരിച്ച്. സത്യം അറിഞ്ഞിരുന്നെങ്കിലോ ആ സത്യം ഈ അധികാരികളെ സ്വതന്ത്രമാക്കിയേനെ. എന്താണ് സത്യം? വചനമാണ് സത്യം. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. ദൈവം നിങ്ങളെ ഓരോരുത്തരെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങളെക്കുറിച്ച് കർത്താവ് ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പദ്ധതി ദൈവം ഈ ഭൂമിയിൽ നിങ്ങളെക്കുറിച്ച് വിഭാവനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പദ്ധതി നിങ്ങളിൽ നിറവേറുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചില്ല ഒന്നും സംഭവിക്കത്തില്ല. കുമ്പസാരിക്കാൻ സാധ്യതയുണ്ട്. പാപം ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കാൻ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും. ജോഷുവയുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്, പറ ഇസ്രായേൽ ജനത്തോട് അവർക്ക് ആവശ്യമായത് ഭാഗിച്ചു കിട്ടണമെങ്കിൽ അവരെ തന്നെ വിശുദ്ധീകരിക്കണം. ഈ ജോഷുവയെ ദൈവം ഏൽപ്പിച്ചിരിക്കുക. കാനാൻ ദേശം കിട്ടണം. അത് കിട്ടണമെങ്കിൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ അവരോട് പറയണം. നാളെ നിങ്ങളുടെ ദൈവമായ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. വചനം കേൾക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടും. പാപം തിരിച്ചറിയും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തും. നമ്മൾ നീതിയായിട്ട് ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരണ തരും. പാപം ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരണ തരും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ യഥാർത്ഥമായ ദൈവത്തിൻ്റെ വഴിയിലൂടെ മാർഗത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ചരിപ്പിക്കും, നമ്മളെ കൊണ്ടുപോകും, നടത്തും. ഇത് മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ സാധിക്കില്ല. വലിയ കാര്യം ദൈവം ഒരു പൈതലിനെ കുറിച്ച് ഈ ലോകത്തിൽ തിന്മ പ്രവർത്തിച്ച് കുറ്റം പറഞ്ഞ് ഇങ്ങനെ ചീഞ്ഞ് ജീവിച്ച് മരിച്ചു പോകും. പക്ഷെ കർത്താവിൻ്റെ വചനം പറയുക, എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? അമേരിക്കയിൽ കിടക്കുന്ന അച്ചായൻ വരുമ്പോൾ അച്ചായൻ്റെ പെട്ടിക്കകത്തോട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ദൈവം തരുന്ന ദാനങ്ങളിൽ ദൈവം തരുന്ന ഭൗമികമായ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നു. ആത്മീയ അനുഗ്രഹം അല്ല. കർത്താവിൻ്റെ വചനം പറയുക, എന്നാൽ അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്. ഇവിടെ ഈ കായിക മുടങ്ങിയ മനുഷ്യൻ ദൈവം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് വന്നു, വചനം കേട്ടു, അദ്ദേഹത്തിന് ആഗ്രഹം വന്നു, പരിശുദ്ധാത്മാവ് അവരുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ
അവ ശക്തി പ്രാപിച്ചു. ജലം തിളയ്ക്കുന്നത് പോലെ, തീ കത്തിക്കുമ്പോൾ ജലം തിളയ്ക്കുന്നത് പോലെ, വിറക് കത്തിക്കുമ്പോൾ ജലം തിളയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ വിറക് കത്തിക്കുമ്പോൾ തീ ജ്വലിക്കുന്നത് പോലെ ഈ മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവ് ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ബലഹീനത ഇദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞു പോയി. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മനുഷ്യന് ദൈവം സജ്ജമാക്കിയിരിക്കുന്നത്, കരുതി വച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സൗഖ്യമാണ്. ഇത് കിട്ടണമെങ്കിൽ ഈ മനുഷ്യൻ ദൈവസന്നിധി വന്ന് 5 ദിവസം അടയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. പ്രാർത്ഥിക്കണം, അപ്പോഴിത് കിട്ടത്തുള്ളൂ. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മ മുഖേനയാണ്. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢമായ രഹസ്യം പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ദൈവത്തിന്റെ നിഗൂഢമായ രഹസ്യം പോലും പരിശുദ്ധാത്മാവ് കണ്ടെത്തിത്തരുന്നു. നമുക്ക് മനസ്സിൽ ബോധ്യം തരും. തിന്മ വരുന്നുണ്ട് എന്നൊരു പെങ്കുറ്റി എന്നെ വിളിച്ചിട്ട് വന്ന് രാവിലെ, ഒരു പാമ്പ് അലമാരിക്കടിയിലോട്ട് കയറിപ്പോകുന്ന കാണും. ഒരു തിന്മ, ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് സ്വപ്നത്തിലൂടെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, അവൾ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് ആ തിന്മയെ അവിടെ വെച്ച് ഇല്ലായ്മ ചെയ്യുമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിന്റെ നിഗൂഢമായ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ സമൃദ്ധിയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ ബോധ്യപ്പെടുത്തും. ദാരിദ്ര്യത്തിൽ കിടക്കാനല്ല ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ദാരിദ്ര്യത്തിൽ കിടത്താനല്ല. അങ്ങനെയാണ് കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ അകപ്പെട്ടപ്പോഴെന്നറിയാം, വിഷമത്തിലല്ലേ, സങ്കടത്തിൽ പോയത് ഈജിപ്തിലേക്ക് പോയപ്പോഴാണ്. ഏതാണ്ടൊക്കെ അന്വേഷിച്ചു പോയതാ, ഏതാണ്ടൊക്കെ ദൈവത്തിന്റെ മാർഗം വിട്ട് ഏതൊക്കെ അന്വേഷിച്ച് അവിടെ നിന്ന് കിട്ടുമെന്നുള്ള സാധ്യത നോക്ക് ആരാണ്ടൊക്കെ പറഞ്ഞപ്പോൾ അബദ്ധ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് ഈ ദുരവസ്ഥയിൽ ഇസ്രായേൽ ജനം പ്രവേശിക്കപ്പെടുക. അവിടെ വെച്ച് കരഞ്ഞപ്പോൾ ദൈവം അടങ്ങിയിരുന്നൊന്നുമില്ല. ദൈവം ഇറങ്ങി വന്ന് മോശയെ ശക്തി വിളിച്ചു വരുത്തി. അവിടെ മോശ മുള്ളിലോട്ട് കയറിയെങ്കിൽ പിന്നീട് ഈ ദൈവം ഇറങ്ങി വന്ന മുള്ളിലോട്ടാ. മോശ ആടിനെ പിടിച്ചെടുത്ത സ്ഥലത്തോട്ടാണ് ദൈവം ഇറങ്ങി വന്നേ. ആ സ്ഥലത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ പ്രിയ ദൈവം, നിങ്ങളിപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, ഈ മലമുകളിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും, അവിടെയുള്ള ആ ഇഞ്ചച്ചെടിക്ക് മുള്ളില്ല. ദൈവം ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ അവനെ വേദനിപ്പിക്കുന്ന സകല വേദനകളും ദൈവമായ കർത്താവ് അവനിൽ നിന്ന് നീക്കിക്കളയുമെന്നാണ് സുവിശേഷം തരുന്ന ഉറപ്പ്. അവൻ വേദനകളെ ഏറ്റെടുത്ത ഒരു ദൈവമാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സൗഖ്യത്തിനായിട്ടല്ല വരേണ്ടത്, ആത്മാവിന്റെ വലിയ അഭിഷേകത്തിനായിട്ട്. മാമോദീസയിൽ ലഭിച്ച ദൈവിക വരപ്രസാദത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ജ്വലിക്കുന്ന അഗ്നിയായി ഭൂമിയിൽ നീ രൂപപ്പെടുകയും ആ ജ്വലിക്കുന്ന അഗ്നി സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട മഹത്വത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ചാവറപിതാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഓർമ്മപ്പെടുത്തുകയാ. അദ്ദേഹം മരണസമയത്ത് പറഞ്ഞെന്താ? മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഞാൻ ഒരിക്കലും കളങ്കപ്പെടുത്തിയിട്ടില്ല, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചിട്ടില്ല. ഞാൻ കാത്തുപരിപാലിച്ച ഒരു ദൈവത്തിന്റെ പുരോഹിതനാണെന്ന് ദൈവസന്നിധിയിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ ദൈവസന്നിധി സമർപ്പിച്ച ഒരു വിശുദ്ധനായ പുരോഹിതനാണ് വിശുദ്ധ ചാവറപിതാവ്. പ്രിയപ്പെട്ട, നമ്മളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. ജീവിതയാത്രയിൽ ലോകമോഹങ്ങളും ശരീരത്തിന്റെ പ്രവണതകളും കണ്ണിന്റെ ദുരാശകളും ജീവിതത്തിന്റെ അഹന്തയിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രാർത്ഥിക്കാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. ശക്തമായിട്ട് പ്രാർത്ഥിച്ച് തൻ്റെ സന്നിധി നിലവിളിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം. ആ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുക. നിഗൂഢമായ രഹസ്യം പോലെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവം സജ്ജമാക്കിയിരിക്കുന്ന ആ അനുഗ്രഹത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മളെ പ്രവേശിപ്പിക്കും. ആത്മാവ് നമ്മളെ പ്രവേശിപ്പിക്കും. വിശ്വാസത്തോടെ നമ്മുടെ ആത്മീയ ശുശ്രൂഷയെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, സഭാപിതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട്, അവരിലൂടെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്
വിശ്വാസത്തിൻ്റെ വലിയ കൃപയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ഉന്നതമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ ശുശ്രൂഷയെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈ വെള്ളിയാഴ്ച ശുശ്രൂഷയെ, ഞായറാഴ്ച ഇവിടെ നടക്കുന്ന ശുശ്രൂഷയെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ അഭിഷേകം, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ ശക്തി അതിൽ പ്രകടമാകട്ടെ. ശുശ്രൂഷകരായിട്ട് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഓരോ ആത്മീയ ശുശ്രൂഷകനെയും ശുശ്രൂഷകയെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഇന്നോളം ഈ ശുശ്രൂഷയിൽ ശുശ്രൂഷിച്ച എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, ഇനി വരും കാലഘട്ടങ്ങളിൽ ഈ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി ഞങ്ങൾ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ നിലയുറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാവിൻ്റെ വലിയ അഭിഷേകം ആകാശം പിളർന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇവിടെ നടക്കുന്ന കൺവെൻഷനെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഇനി വരും സമയങ്ങളിൽ നടക്കാൻ പോകുന്ന ഓരോ ഇടവക ധ്യാനത്തെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തടിയൂര് നടക്കാൻ പോകുന്ന ഇടവക ധ്യാനത്തെയും സമർപ്പിച്ചുകൊണ്ട്, കൽക്കട്ടായി നടക്കാൻ പോകുന്ന ധ്യാനത്തെയും ഇടവക ധ്യാനത്തെയും സമർപ്പിച്ചുകൊണ്ട്, ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ആത്മീയ ശുശ്രൂഷയിലെല്ലാം ദൈവം വൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കരങ്ങൾ ഉയർത്തിയ സർവശക്തനായ ദൈവത്തോട് ദൈവജനം പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സമൂഹമാക്കി ഈ സമൂഹത്തെ സ്വർഗത്തോളം ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. പോരനെ നന്നായിട്ട് പ്രാർത്ഥിച്ച്, ശുശ്രൂഷകർ നന്നായിട്ട് ഉറക്കെ പ്രാർത്ഥിച്ചേ. കെട്ടുകൾ അടിയട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കാരുണ്യം ഓരോ മനുഷ്യരിലേക്കും വ്യാപരിക്കപ്പെടട്ടെ. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് ആത്മാവ് വെളിപ്പെടുത്തട്ടെ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി, നിങ്ങൾക്കായി ദൈവം സജ്ജീകരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവ് മുഖേന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരട്ടെ എന്ന് ദൈവമക്കള് ദൈവസന്നിധിയില് പിതാവായ ദൈവത്തോട്, പുത്രനായ യേശുവിനോട്, പരിശുദ്ധാത്മാവായ ദൈവത്തോട് സ്വരമുയർത്തി ആത്മാവ് തന്നിരിക്കുന്ന ഭാഷണ വരമനുസരിച്ച് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കാമോ? 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 അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ, അഭിഷേകം അഭിഷേകം നിറട്ടെ, 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 അഭിഷേകം നിറട്ടെ. ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. അരൂപി നിറയട്ടെ, അരൂപി നിറട്ടെ, പരിശുദ്ധാരൂപി നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, മക്കളിലേക്ക് നിറയട്ടെ, തലമുറകളിലേക്ക് നിറയട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം വിദേശ രാജ്യങ്ങളിൽ അധ്വാനിക്കുന്ന ദൈവമക്കളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. പിയാറിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന മക്കളുടെ മേല് കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കപ്പെടട്ടെ. കർത്താവെ, മക്കളില്ലാത്ത ദമ്പതികളുടെ മേല് പരിശുദ്ധാരൂപിയുടെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. വിവാഹ തടസ്സം നേരിടുന്ന മക്കളുടെ മേല് ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ജോലിയില്ലാത്ത മക്കളുടെ മേല് കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിദേശ രാജ്യങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഇടങ്ങളിൽ ജോലിക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഓരോ മകളുടെ മേല് കർത്താവിന്റെ ആത്മാ വ്യാപരിക്കട്ടെ. കടബാധ്യതയുടെ മേലെ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ജോലി തടസ്സങ്ങളുടെ മേല്, ബിസിനസ് തടസ്സങ്ങളുടെ മേല് കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. പ്രമോഷന് തടസ്സം നിൽക്കുന്ന ആ മേഖലയുടെ മേലെല്ലാം കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ബിസിനസ്സിലെ തടസ്സങ്ങളുടെ മേല് കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ
നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം. നമ്മുടെ കൺവെൻഷനിലേക്ക് വേണ്ടിയൊക്കെയാണ് ഈ സമ്പത്ത് വിനിയോഗിക്കുന്നത് പോലെ നിങ്ങളുടെ ദശാംശങ്ങളെ കാഴ്ചകളൊക്കെ ഈ ദിവസങ്ങളിൽ സമർപ്പിക്കപ്പെട്ടാൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ. സാമ്പത്തിക മേഖലയിൽ വലിയ വിടുതലിനായിട്ട് നിങ്ങൾ ചെറിയ കാര്യം ചെറിയൊരു തുക ഇടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് അടുത്ത പ്രാവശ്യം അതിനേക്കാൾ ഇരട്ടി അത് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവെ സഹായിക. ഈ രഹസ്യമായിരിക്കുന്ന ധനശേഖരം അവിടുന്ന് വെളിപ്പെടുത്തി തരണേ. 3 കാര്യങ്ങൾ അഴിയണം. ഒന്ന്, ഞാൻ നിനക്ക് മുമ്പേ പോകണം ഈശോ. ഒരു കാര്യം സാധിക്കണം, ദൈവം മുമ്പേ പോകണം. മലകൾ, ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ മല, ഇതിന് തടസ്സം, മല നിരപ്പാക്കപ്പെടണം. പിച്ചളവാതിൽ, അന്ധവിശ്വാസത്തിലൂടെ കടന്നു പോയിരിക്കുന്ന മേഖലകൾ തകർക്കപ്പെടണം. ഇരുമ്പോടാമ്പലുകൾ, പൈശാചിക പ്രവൃത്തി ചെയ്തതിലൂടെ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, ഇരുമ്പോടാമ്പലുകൾ തകർക്കപ്പെടണം. നിന്നെ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാലത്ത് നിധിയും രഹസ്യ ധനശേഖരോ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ എന്നെ കഴിയണം, ആദ്യം പോകണം, കർത്താവ് പോകണം, വിളിക്കണം. ദൈവം മുന്നേ പോയി, മോശ പുറകെ പോയെ കടന്ന ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നു. അവർക്ക് വേണ്ടതെല്ലാം അവിടെ പ്രാർത്ഥിച്ചു ചെങ്കടല് ദൈവം ഇറങ്ങി. ചെങ്കടലിലേക്ക് യേശു ഇറങ്ങിയപ്പോ എന്ത് സംഭവിച്ചു? ദൈവം ഇറങ്ങിയപ്പോ ചെങ്കടൽ 2ആയിട്ട് ഭേദിക്കപ്പെട്ടു. എങ്കിലോ പ്രിയ ദൈവജനമേ, നിങ്ങളുടെ തടസ്സത്തിന്റെ മേല് ദൈവം ഇറങ്ങുമ്പോൾ തടസ്സം മാറും. പ്രിയപ്പെട്ട വിദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുടെ ഉണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ തടസ്സത്തിന് ഞാൻ സമർപ്പിക്കുമ്പോൾ ഈ തടസ്സത്തിന്റെ മേല് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചേ ഹല്ലേലൂയ. ശക്തമായിട്ട് പ്രാർത്ഥിച്ച് വൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ട്. വലിയ കാര്യങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്ത മക്കളുണ്ട്. അവരുടെ എല്ലാം മേല്, ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, അവരുടെ എല്ലാം മേൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവരുടെ ജീവിതത്തിൻ്റെ മേലുള്ള തടസ്സങ്ങളെ നീക്കിക്കളയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വാസത്തോടെ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വാസത്തോടെ ഒറ്റ വിളി ഈശോയേ എന്ന് വിളിക്കുന്നു, ഈശോയേ എന്ന് വിളിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത വെള്ളിയാഴ്ച ഉണ്ടോ, ശുശ്രൂഷ ഉണ്ടോ? ഇല്ല, കാരണം കൺവെൻഷൻ നടക്കുക. അപ്പം നമ്മൾ ആ ശുശ്രൂഷ അതിലേക്ക് നമ്മൾ മനസ്സ് ചിന്തകളെല്ലാം അതിലേക്ക് പോവുക. പിന്നെ പിറ്റേ വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ഒരുമിച്ച്, കൺവെൻഷൻ കൊണ്ട് മൊത്തം തീരുമല്ല, നമ്മൾ തിരിച്ചു വരുമോ വീണ്ടും കൺവെൻഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ആത്മീയ ഉണർവിൽ അതിൻ്റെ പിറ്റേ വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് ഈ പരിശുദ്ധമായ ആലയത്തിൽ ഒരുമിച്ച് കൂടണം. അത് ആവശ്യമാണ്. ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് കൂടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എന്നോട് ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നുള്ള നിർദ്ദേശം ഡിസംബർ 5-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച അങ്ങോട്ട് ചെല്ലണമെന്നുള്ള. അത് ഞാൻ ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ടുള്ള ആ ശുശ്രൂഷയിൽ നിങ്ങളോട് പ്രഖ്യാപിക്കും. അപ്പം നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ നമ്മൾ പോവാം. ദൈവത്തിൻ്റെ ഈ എൻ്റെ ശുശ്രൂഷ മുഴുവൻ ദൈവാത്മാവ് ആണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ ആദ്യം ശുശ്രൂഷ ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ, കപ്പാട് പള്ളിയിൽ 9 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്തു. എൻ്റെ പ്രത്യേകത, ഒരു പള്ളി ശുശ്രൂഷ ആരംഭിച്ച വർഷങ്ങളാണ്. കൊടമാട് ഒരു 11 വർഷം ശുശ്രൂഷ ചെയ്തു. പക്ഷെ അവിടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അന്നൊരു സന്ദേശം ഉണ്ടായിരുന്നു. 11 വർഷം കഴിയുമ്പോൾ ശുശ്രൂഷ നിലയ്ക്കും. പിന്നെ അറിയത്തില്ല. പിന്നെ 7 വർഷമായി തിരിച്ചു ചെല്ലാനായിട്ട് നിർദ്ദേശം തരുക. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളിന് മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ പദ്ധതികളെല്ലാം നവീകരിക്കപ്പെടുവാൻ, ആ പദ്ധതികളെല്ലാം നിറവേറുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും ഒരു സമർപ്പണം നടത്തിക്കൊണ്ട് വിശ്വാസത്തോടെ ഒന്നുകൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയേ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഈശോയേ എന്ന് വിളിക്കാമോ? സർവശക്തിയോടെ ഈശോയേ എന്ന് വിളിക്കാമോ? സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. നിക്ഷേപം നീ തന്നെയാ, നിന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെ
തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഈശോയെ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ഈശോയെ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കൺകള കാണുമേ, കൺകള കാണുമേ, എൻ പ്രിയ രക്ഷകനേ. കൺകള കാണുമേ, കൺകള കാണുമേ, എൻ പ്രിയ രക്ഷകനേ. സുന്ദര രൂപനേ, വന്ദിതനാഥനേ, മാറാനാഥ മാറാനാഥ. സുന്ദര രൂപനേ, വന്ദിതനാഥനേ, മാറാനാഥ മാറാനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. തിരുവോസ്തിരുവനയച്ചുനാഥൻ, ആത്മാവിനെ സ്വീകരിച്ചവൻ, ആത്മാവിനെ വാഗ്ദാനം ചെയ്ത ദൈവം. കണ്ണുകളൊന്ന് ഉയർത്തി തിരുവോസ്തിയിലേക്ക് നോക്കി. ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച്, കർത്താവേ ആകാശം പിളർന്ന് വരണേ. അങ്ങയുടെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അഗ്നിയിൽ വിറക് എരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടി വിറയ്ക്കട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. കണ്ണു തുറന്നു നോക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. കണ്ണൊന്ന് അടയ്ക്കാമോ? ഈശോ സ്നാപയോഹന്നാലിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് കരയിലേക്ക് കയറിയ ഉടനെ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആകാശം പിളർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് പുത്രന്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വലിയൊരഭിഷേകം ഇന്നിതാ ഈ ജനതയുടെ മേൽ കർത്താവ് നൽകുന്നു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഈ ദൈവത്തെ, ആത്മാവിനെ വാഗ്ദാനം ചെയ്ത യേശുവിനെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ആകാശം പിളർന്ന് വന്നിടണേ കർത്താവേ,
ആകാശം പിളർന്ന് വന്നിടണേ. ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നീ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടാം. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ആകാശം പിളർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നിലേക്ക് ഇറങ്ങി വരണമേ. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു. കാരണം ഞങ്ങള് പാപം ചെയ്ത് വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ പ്രവർത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു. കാറ്റുപോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നവരാരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവേ, അങ്ങ് അത്യധികം കോപിക്കരുത്. ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ. അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ വിജനമായിരിക്കുന്നു. സിയോൻ മരുഭൂമിയും ജെറുസലേം ശൂന്യമായിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ സ്തുതിച്ചിരുന്നു. ഞങ്ങളുടെ വിശുദ്ധ മനോഹരമായ ആലയം അഗ്നിക്കിരയായിരിക്കുന്നു. ഞങ്ങളുടെ രമ്യസ്ഥലങ്ങൾ നാശകൂമ്പാരമായിരിക്കുന്നു. കർത്താവേ, അവയെല്ലാം കണ്ടിട്ടും അങ്ങ് അടങ്ങിയിരിക്കുന്നു. നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങിനെയും ഞങ്ങളെ ദാരുണമായി പീഡിപ്പിക്കുമോ? എന്നോട് ആരായുന്നവർക്ക് ഉത്തരം നൽകുവാനും എന്നെ തേടുന്നവർക്ക് ദർശനം അരുളുവാനും ഞാൻ തയ്യാറായിരിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ വിളിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകുവാനും എന്നെ തേടുന്നവർക്ക് ദർശനം അരുളുവാനും ഞാൻ തയ്യാറായിരിക്കുന്നു. കരമുയർത്തി വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സമുദ്രം ജലത്താൽ കവിയും പോലെ ദൈവമേ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ, സമുദ്രം ജലത്താൽ കവിയും പോലെ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ, നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കേ. ചേർന്ന് പാടാം. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ.
കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. മലയിൽ അന്ന് ഇറങ്ങിയപ്പോ താബോർ മലയിൽ അന്ന് ശോഭിതനായതുപോ സീനാ മലയിൽ അന്ന് ഇറങ്ങിയപ്പോ താബോർ മലയിൽ അന്ന് ശോഭിതനായതുപോ നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറക്കേണമേ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറക്കേണമേ. കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. ഈശോയേ ആകാശം പിളർന്ന് വന്നിടണേ. ഈശോയേ ആകാശം പിളർന്ന് വന്നിടണേ. വന്നിടണേ വന്നിടണേ വന്നിടണേ. പരിപൂർണമായിട്ട് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. ഈ മാസം 15-ാം തീയതി മുതൽ ഡിസംബർ 5-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഉപവാസ പ്രാർത്ഥനയോടെ കടന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നത്ര നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ നമുക്ക് ഉപേക്ഷിക്കാം. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയമായ ഉന്നമനത്തിനു വേണ്ടി പരിശുദ്ധാരൂപിയുടെ വലിയ സാന്നിധ്യം കൂട്ടായ്മയുടെ മേൽ, നമ്മുടെ നിയോഗങ്ങളുടെ എല്ലാം മേൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകവും ഈ കൺവെൻഷൻ്റെ വലിയ വിജയത്തിനായിട്ടും നമ്മുടെ ശുശ്രൂഷയുടെ മുന്നോട്ടുള്ള ആ വഴികളെല്ലാം ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തിൽ നിറയപ്പെടാനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള വിഭവങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ സങ്കീർത്തനങ്ങൾ വായിച്ച് ജപമാല ചൊല്ലി ഓരോ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കുന്നത്ര ജപമാലയും സങ്കീർത്തനങ്ങൾ ഒരു 10 അധ്യായമൊക്കെ വരെ വായിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു ദിവസം ഒരു 10 അധ്യായ സങ്കീർത്തനവും അതുപോലെ തന്നെ ജപമാല ചൊല്ലാൻ പറ്റുന്നിടത്തോളം ജപമാലയും ചൊല്ലി നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഈ ക്രിസ്മസിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. അപ്പോൾ വിശ്വാസത്തോടെ നമുക്ക് ആയിരിക്കാം. കർത്താവ് പരിശുദ്ധ അമ്മയിലേക്ക് നിറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയപ്പെടുവാൻ മറ്റൊന്നും ലക്ഷ്യം വെക്കേണ്ട. ബാക്കിയുള്ള ഭൗമികമായതെല്ലാം കർത്താവിൻ്റെ പദ്ധതികളെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, അതെല്ലാം വെളിപ്പെടും. നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയോട് ചേർന്ന് നമ്മൾ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നടക്കുന്ന ശുശ്രൂഷയിലുള്ള മക്കൾ വിശ്വാസത്തോടെ, ഇത് ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിശ്വാസത്തോടെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ നിങ്ങൾ ഉപേക്ഷിക്കുക. സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് സിനിമ അല്ലെ സീരിയൽ അല്ലെ മൊബൈൽ ഫോണോ കാണുന്നത് വലിയ ക്രേസാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് നമുക്കൊരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജഡത്തിൻ്റെ, കണ്ണിൻ്റെ, ജീവിതത്തിൻ്റെ ഒക്കെ അരൂപികളിൽ നിന്ന് നമ്മുടെ ശരീരം സ്വതന്ത്രമാക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഈ ദിവസങ്ങൾ അയക്കാം. നമ്മളിങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ചില ആസക്തികൾ അവരെ വിട്ടുപോകും. ചില തഴക്കദോഷങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള ചില തിന്മയുടെ അരൂപികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. പാരമ്പര്യ രോഗങ്ങൾ നമ്മളെ വിട്ടൊഴിഞ്ഞു പോവാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. 15-ാം തീയതി മുതൽ ഡിസംബർ 5 വരെ, ഈ മാസം 15 മുതൽ ഡിസംബർ 5 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പരിപൂർണ്ണ ഉപവാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
നമ്മുടെ ഇഷ്ടവിഭവങ്ങൾ ഉപേക്ഷിക്കാം. മൊബൈൽ ഫോണ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അമിതമായിട്ടുള്ള ഉപയോഗിക്കുന്നവർ എന്തിനാണ് നമുക്ക് നിയന്ത്രണം വേണോ അത് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അരൂപിയുടെ വലിയ അഭിഷേകത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എടുത്ത് പ്രാർത്ഥിച്ചേ. PR കിട്ടാത്തവരുണ്ട്, ജോലി കിട്ടാത്തവരുണ്ട്, വിവാഹം നടക്കാത്തവരുണ്ട്. ഇവരെല്ലാം ഓർത്ത് നിങ്ങളുടെ ഒരു നിയോഗോടെ ഈ കൂട്ടായ്മയുടെ നിയോഗത്തോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ 21 ദിവസങ്ങൾ ദാനിയേൽ പ്രവാചകനോടൊപ്പം നമുക്കായിരുന്നു കൊണ്ട് അന്തരീക്ഷ ശക്തികളിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് പരിപൂർണ സമർപ്പണം ആവശ്യമാണ്. നമുക്ക് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ഉപവാസ ദിവസങ്ങൾ പരിപൂർണ ഉപവാസത്തിൽ ഭവനത്തിലായിരുന്നു കൊണ്ടും ഈ ശുശ്രൂഷയിലൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഉന്നതമായൊരു കൃപ നമ്മുടെ മേൽ ആവസിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഈ വരും കാലഘട്ടങ്ങളിൽ വലിയ ആത്മീയ മുന്നേറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ട്, വലിയ ആത്മീയ അഭിഷേകം വ്യാപരിക്കപ്പെടാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ശുശ്രൂഷയുടെ മേൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശുശ്രൂഷകരുടെ മേൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. സ്വരമുയർത്തി വിളിക്കാമോ? ഈശോയെ. നമുക്കൊരു സാക്ഷ്യം ശ്രദ്ധിക്കാം. ഞാൻ ജെസ്സി മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. അപ്പോൾ അടുത്തുള്ള ആളല്ല, മല്ലപ്പള്ളിയിൽ നിന്ന് ബസ് കയറിയിലെ വാഹനത്തേക്ക് വന്ന് ഇവിടെ ഒന്ന് ശുശ്രൂഷ പങ്കെടുക്കുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് മുടക്കം കൂടാതെ ആരാധനയെ സംബന്ധിച്ച് പോരുന്നു. 4 വർഷമായിട്ട് മല്ലപ്പള്ളിയിൽ നിന്ന് ഈ ജെസ്സി എന്ന സഹോദരി മുടക്കം കൂടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് ശ്രദ്ധിക്കാം. കാനഡയിൽ പഠിക്കുന്ന എൻ്റെ മക്കൾക്ക് ജോലിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ബ്രദറിൻ്റെ പ്രാർത്ഥനാ സഹായം തേടിയിരുന്നു. പാർട്ട് ടൈം ജോലി ലഭിച്ചു, പഠനവും പൂർത്തിയായി. പക്ഷേ വർക്ക് പെർമിറ്റ് പഠിച്ച് അതിനനുസരിച്ചുള്ള ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടിയപ്പോൾ ആരാധനയിൽ നിയോഗം വെച്ച് 13 ആരാധന കൂടി മുടക്കം വരാതെ 12ാമത്തെ ആഴ്ചയിൽ ഒരാൾക്കും 13ാമത്തെ ആഴ്ചയിൽ 2 ആൾക്കും PR സപ്പോർട്ട് ചെയ്യുന്ന ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു. 12ഉം 13ഉം ദിവസങ്ങളിൽ ആത്മാവ് കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങിയെന്ന് ഈ സാക്ഷ്യം രേഖപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് ആരാധിക്കാം. കരമടിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് ദൈവമായ കർത്താവിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാടി ആരാധിക്കാം. എന്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും. കരങ്ങൾ ഉയർത്തി അടിച്ച് ചേർന്ന് പാടാം. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. കരമടിച്ച് വലിയ അഭിഷേകത്തോടെ ആത്മാവിന്റെ നിറവില് ഈ സഹോദരി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഉപവാസമെടുത്ത് ദൈവാരാധനയില് തുടർച്ചയായിട്ട് പങ്കെടുക്കുമ്പോ ദൈവത്തിന്റെ അത്ഭുത ശക്തി മക്കളുടെ മേല്, തലമുറകളുടെ മേല് ദൈവം വെളിപ്പെടുത്തുമെന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സമൂഹത്തിന്റെ മേല്, ഇവരുടെ മക്കളുടെ മേല് കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ.
എനിക്കു മുൻപേ അവൻ പോയിടുന്നു. മലകൾ കുന്നുകൾ നിരപ്പാക്കുന്നു. നിശ്ചലവാതിലുകൾ തകർത്തിടുന്നു. ഇരുമ്പോടാമ്പലുകൾ ഓടിച്ചിടുന്നു. നിശ്ചലവാതിലുകൾ തകർത്തിടുന്നു. ഇരുമ്പോടാമ്പലുകൾ ഓടിച്ചിടുന്നു. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. ഹാഗാറിനെ പോലെ മരുഭൂമിയിൽ വിളിക്കും ഞാൻ എൻ്റെ ദൈവത്തെ. ഹാഗാറിനെ പോലെ മരുഭൂമിയിൽ വിളിക്കും ഞാൻ എൻ്റെ ദൈവത്തെ. ഇറങ്ങി വരും എൻ്റെ ദൈവം, തുറക്കും നീരുറവ എനിക്കു വേണ്ടി. ഇറങ്ങി വരും എൻ്റെ ദൈവം, തുറക്കും നീരുറവ എനിക്കു വേണ്ടി. തകർന്നവനോ നീ തകർന്നവളോ, ഇറങ്ങി വരും നിന്റെ ദൈവം. തകർന്നിടത്ത് തന്നെ നിന്നെ ഉയർത്തും. നിന്റെ കർത്താവിന്ന് യേശു കർത്താവിന്ന്. നിന്റെ കർത്താവിന്ന് യേശു കർത്താവിനെ കത്തിയടിച്ച്. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല. അവൻ അടച്ചാലാരും തുറക്കുകയില്ല. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. എനിക്കായി എന്റെ ദൈവം വഴി തുറക്കും. ചെങ്കടലിൻ മീതെ വഴി തുറക്കും. ഹല്ലേലൂയ 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 ശക്തി വ്യാപരിക്കപ്പെടുന്നു. ദൈവത്തിന്റെ കാരുണ്യം ദൈവങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. ദൈവമഹത്വം വെളിപ്പെട്ടുകൊണ്ട് നിൽക്കുക. ഓരോ മകനിലും മകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഹൃദയത്തോട് ചേർത്ത് ഉള്ളിലുണ്ടെന്നേ രഹസ്യങ്ങൾ, നിഗൂഢമായ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ രഹസ്യം പോലും മനുഷ്യന് പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വസിച്ചേ, ഇതൊക്കെ ആഗ്രഹിച്ചേ.
ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിന് വെളിപ്പെടുത്തി കൊടുക്കും. ഒരു ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു, ഒരു മകനെ സ്നേഹിച്ചു വിവാഹം കഴിച്ചില്ലെന്ന് ചോദിച്ചു. താര വെളിപ്പെടുത്തിയ പരിശുദ്ധാത്മാവാ. നിഗൂഢമായ രഹസ്യങ്ങൾ പോലും ആ ചേട്ടൻ വരെ അച്ഛനതൊന്നും അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അച്ഛനത് വെളിപ്പെടുത്തി കൊടുത്തു. നിഗൂഢ രഹസ്യങ്ങൾ, അറിയാത്ത രഹസ്യങ്ങൾ. പ്രാർത്ഥിച്ച് ശങ്കോട് കരം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ പരിശുദ്ധാത്മാവേ, ഈശോ പറഞ്ഞു ഞാൻ പോയാൽ ഉടൻ തന്നെ, കുറച്ചു നേരം കഴിഞ്ഞിട്ടില്ല, താമസിച്ചാൽ ഉടൻ തന്നെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് വാഗൊണ്ട് പറഞ്ഞ പോരാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കും. വായിച്ച മക്കളെ വചനം, പാലിച്ച വചനം, പ്രാർത്ഥിച്ച് വചനം പാലിക്കാനുള്ള കൃപ ചോദിച്ച് പ്രാർത്ഥിക്കും. കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ഒന്ന് ഓർത്തേ, എന്നിട്ട് ചോദിച്ച് ഈശോയെ ഇതൊന്ന് അനുസരിക്കാൻ കൃപ തരാവോ. ദൈവവചനം വായിച്ച് എന്നിട്ട് ഈശോയോട് പറഞ്ഞേ, ഈശോയെ അങ്ങ് അനുസരിച്ചതുപോലെ, അങ്ങ് പാലിച്ചതുപോലെ, അങ്ങ് വഴി നടന്നതുപോലെ കർത്താവെ ഞങ്ങളെയും അങ്ങ് വഴി നടത്തണേ എന്ന് പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് ഈശോയിലേക്കൊന്ന് നോക്കിക്കേ. എല്ലാവരും നോക്കിക്കേ, തിരുവോസിലേക്ക് നോക്കി, ഈശോയിലേക്ക് നോക്കിക്കേ. വിശ്വാസത്തോടെ വിളിച്ച് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവം, സങ്കീർത്തകൻ പറയും സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മറഞ്ഞിരിക്കുന്ന ദൈവം, പക്ഷേ ആത്മാവ് നിഗൂഢമായ ദൈവിക രഹസ്യം പോലെ അവിടുന്ന് വെളിപ്പെടുത്തി തരും. പരിശുദ്ധ കുർബാനയിലോ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥിച്ച മക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ 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 എന്ന് വിളിച്ച്, വട്ടായച്ചം വിളിക്കുന്ന പോലെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് വട്ടായച്ചം വിളിക്കാൻ പറയും നമ്മളോട്. വിളിക്കാൻ ഉള്ളിലുണ്ടെന്നേ. മാമോദീസായിൽ ഉള്ളിൽ പ്രവേശിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് നമ്മളിലേക്ക് ആവസിക്കപ്പെട്ടു. എൻ്റെ മകന ഇവൻ എൻ്റെ പ്രിയ പുത്രനാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മകനിലേക്ക്, വചനമായിട്ട് ആത്മാവ് ഒരു മകനിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ആത്മാവ് ഉള്ളിലുണ്ട്. ഈ ആത്മാവാണ് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആത്മാവാണ്, വഴി നടത്തുന്നത് ആത്മാവാണ്, നിഗൂഢ രഹസ്യങ്ങൾ പോലെ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കരമൊന്നുയർത്താവോ? സ്വരമൊന്നുയർത്തി ഒന്ന് സ്വതന്ത്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, വേറെ ഒന്നും വേണ്ട, എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ഒന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനമാകുന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഓരോ നന്നായിട്ട് സ്തുതിച്ച് ദാവീദ് സ്തുതിച്ചതുപോലെ, ദാനിയേൽ സ്തുതിച്ചതുപോലെ, ദൈവമായ കർത്താവിനെ അപ്പസ്തോലന്മാര് ജയിലറയിൽ സ്തുതിച്ചതുപോലെ, പൂർവ്വപിതാവായ അബ്രാഹാം പൊട്ടക്കിണറ്റിൽ ദൈവത്തെ സ്തുതിച്ചതുപോലെ, ജയിലറയിൽ ദൈവത്തെ സ്തുതിച്ചതുപോലെ, പൗലോസ് ശീലാസും ജയിലറയിലോ ദൈവത്തെ സ്തുതിച്ചതുപോലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സങ്കടങ്ങളിലും വേദനകളിലും കഷ്ടപ്പാടുകളിലും സന്തോഷത്തിലും ദുഃഖത്തിലും ആകുലതയിലും നിരാശയിലും ഒക്കെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുമ്പോ ദൈവാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെടും. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേന്ന് ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ. സർവശക്തിയോടെ പരിശുദ്ധാത്മാവേന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, ആമേൻ. കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചേർന്ന് പാടിക്കേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി
ഒഴുകേണമേ. കരമടിച്ച് വലിയ അഭിഷേകത്തോടെ കരമടിച്ച് പാടണം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. കരമുയർത്തിയടിച്ച് തീ പോലെ ഇറങ്ങണമേ, അഗ്നിതാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിതാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. ശക്തിയോടെ വലിയ അഭിഷേകത്തോടെ ആത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാവിന്റെ നിറവ് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ദൈവമായ കർത്താവിനെ അപ്പസ്തോലന്മാർ പരിശുദ്ധി അമ്മ ആരാധിച്ചതുപോലെ ഈ സമൂഹം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാവ് തരുന്ന ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആ വചനത്തിന്റെ സാന്നിധ്യവും വചനത്തിന്റെ അഭിഷേകവും ഈ സമൂഹത്തിന്റെ മേല്, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേല് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അപ്പസ്തോലിക അഭിഷേകം, സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിഷേകം ഓരോ മക്കളിലേക്കും വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലൈഹിക അഭിഷേകം, അപ്പസ്തോലിക അഭിഷേകം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒറ്റവിളി ഈശോയേ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ ഈശോയേ എന്ന് വിളിക്കുന്നു. ആത്മാവിന്റെ നിറവിൽ ഈശോയേ എന്ന് വിളിക്കുന്നു. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. കരമുയർത്തിയടിച്ച് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. കരമടിച്ച് വലിയ അഭിഷേകത്തോടെ കർമ്മനിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആകാവു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മനിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആകാവു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മണിയടിച്ച് പാടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ, ആത്മനദിയായി ഒഴുകേണമേ, ആത്മനദിയായി ഒഴുകേണമേ, ആത്മനദിയായി ഒഴുകേണമേ, ആത്മനദിയായി ഒഴുകേണമേ, ആത്മനദിയായി ഒഴുകേണമേ, ആത്മനദിയായി ഒഴുകേണമേ,
നിറയണമേ റുഹായേ നിറയണമേ റുഹായേ നിറയണമേ റുഹായേ നിറയണമേ റുഹായേ നിറയണമേ അഭിഷേകം ചെയ്യണമേ 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 അഭിഷേകം നിറയുന്നു. മുട്ടുമേലാകാം. എല്ലാ നിയമങ്ങളും നമുക്ക് ഒരിക്കലും സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോയ്ക്ക് കൊടുത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ, നിങ്ങൾ ഒത്തിരി കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഒന്നും ശരിയാകുന്നില്ലെന്നേ, അതാ പ്രശ്നം. ഒന്നും ശരിയാകുന്നില്ല. ശരിയാകണ ആര് വരണം? ഈശോ വരണം. ദൈവം നമ്മളിലേക്ക് വരണം. നമുക്ക് മുമ്പേ പോകണം. പ്രശ്നങ്ങൾക്ക് മുമ്പേ, നമുക്ക് മുമ്പേ ദൈവം പോയ പ്രശ്നം തീരും. പ്രാർത്ഥിച്ച് കരമൊന്ന് കോപ്പി പിടിച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് ഒത്തിരി പ്രശ്നങ്ങളാണ്, ആ പ്രശ്നമൊക്കെ തീരണമെങ്കിൽ കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് മുമ്പേ പോകണേ. മലകൾ അവിടുന്ന് നിരപ്പാക്കണം, പിച്ചള വാതിൽ ഒടിക്കണം, ഇരുമ്പോടാമ്പലുകൾ തകർക്കണം. നിന്നെ പേര് ചൊല്ലി വിളിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടത് അന്ധകാലത്തെ നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ചേ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ, ആഗ്രഹിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ചേ. മുമ്പേ പോകണമേ. ആഗ്രഹിച്ചേ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാലത്തെ നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനു വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിൻ്റെ പിതൃനാമത്തിൽ വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അരമുറുക്കും. പ്രാർത്ഥിച്ച്, നീ എന്നെ അറിയുന്നില്ലെങ്കിലും നിൻ്റെ അര ഞാൻ മുറുക്കും. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച്, ഈശോ ഇടപെടണ ഈശോയെ. കണ്ണടച്ച് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മോശയെ ദൈവം നിയോഗിച്ചുവെങ്കിൽ നമ്മളെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വപുത്രനെ തന്നെ കർത്താവ് നൽകിയിരിക്കുക. യേശുവിനെ തന്നെ നൽകി, ദൈവം തന്നെ പുത്രനെ തന്നെ നൽകി. അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ മോശയെ കർത്താവ് നിയോഗിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ തൻ്റെ ജനത്തെ അവരുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവനിലൂടെ ലോകം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ഈശോയിലേക്ക് നോക്കിക്കേ. മുട്ടുമേലായിരുന്നുകൊണ്ട് ഈശോയിലേക്ക് നോക്കിക്കേ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, ശരിയാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, അത്ഭുതം സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇടപെടുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ഈശോയെ ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ച്, വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റും. ലാസറിനെ ഉയർപ്പിച്ചുവെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നിസ്സാരമാണ്. അതിൻ്റെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ വലിയ താമസമൊന്നുമില്ല. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഞാൻ നിലവിളിക്കുമ്പോൾ, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ ചെങ്കടലിനെ വിഭജിച്ചൊരു ദൈവം, വഴി തുറക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി വഴി നടത്തുന്ന, വഴി തുറന്നു തരുന്ന, ആ വഴിയിലൂടെ നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ നിലവിളിക്കുമ്പോൾ
കയ്പ് ജലത്തെ മാധുര്യ ജലമാക്കി തരുവാൻ കഴിവുള്ളൊരു ദൈവം എനിക്കുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പകല് സൂര്യൻ്റെ ചൂടേക്കാതെ വാടിപ്പോകാതിരിക്കുവാൻ, തളർന്നു പോകാതിരിക്കുവാൻ മേഘസ്തംഭത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയേ, അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയേ, ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? ഈശോയേ, അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? ഈശോയേ. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂക്കണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച് ശബ്ദമുയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രക്തസ്രാവക്കാരി സുഖപ്പെട്ടു എങ്കിൽ, അന്ധനായ ബർത്തിമേയുസ് നിലവിളിച്ചപ്പോ ഈശോവന്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തു എങ്കിൽ, ഇതാ യേശു സുഖപ്പെടുത്തുന്നു. ഈശോ സുഖപ്പെടുത്തുന്നു ദൈവജനത്തെ. നിലവിളിക്കുന്നവരെ, കണ്ണീരൊഴുക്കുന്നവരുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം, നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച് കൺവെൻഷനെ സമർപ്പിച്ചുകൊണ്ട്, കടന്നു വരുന്ന വട്ടായച്ചനെ സമർപ്പിച്ചുകൊണ്ട്, ആ ടീമിനെ സമർപ്പിച്ചുകൊണ്ട്, ആത്മീയ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അനേക മക്കള് ഈ ആലയത്തിലേക്ക്, ഈ മലമുകളിലേക്ക്, അവിടെ സജ്ജമാക്കിയിരിക്കുന്ന കൂടാരത്തിനുള്ളിലേക്ക് ദൈവജനം കടന്നു വരുവാനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുവാൻ ഈശോയെ ഞങ്ങൾക്ക് മുമ്പേ അവിടുന്ന് പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. സർവശക്തനായവനെ വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. രോഗികൾ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഓരോ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.